ബാർ ഉടമകളിൽ നിന്ന് കോടികൾ പിരിച്ചെടുക്കാനുള്ള സർക്കാർ നീക്കമാണ് പുറത്തുവന്നത് എന്നതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം. ഉത്തരവാദിത്തപ്പെട്ടവർ ആവശ്യപ്പെടാതെ പണപ്പിരിവ് നടക്കുമോ എന്നതാണ് ചോദ്യം. തെരഞ്ഞെടുപ്പിന് ശേഷം അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താനാണ് നീക്കം നടക്കുന്നത്. നഗ്നമായ അഴിമതിയാണ് നടന്നതെന്നും എക്സൈസ് മന്ത്രി രാജിവെക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താൻ ബാർ ഉടമകളിൽ നിന്ന് കോടികൾ പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ നീക്കം പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിലെ നിലവിലുള്ള 801 ബാറുകളിൽ നിന്ന് 2.5 ലക്ഷം രൂപ വച്ച് പിരിച്ച് 20 കോടി രൂപയുടെ കോഴ ഇടപാടാണ് ഇതിൻ്റെ പുറകിലുള്ളത്. ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എക്സൈസ് മന്ത്രി രാജിവെക്കണം എന്ന് കേരളത്തിൽ പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്, ഇതിൻ്റെ പെരുമാറ്റച്ചട്ടം കഴിഞ്ഞിട്ട് ഈ അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി എല്ലാം റെഡിയാക്കി തരാം, അതുകൊണ്ട് പൈസ കളക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുക. ഇത് നഗ്നമായ അഴിമതിയാണ്. ഇതിൽ നിന്ന് ആർക്കും ഒളിച്ചോടാൻ കഴിയില്ല. ഇപ്പം നോട്ട് എണ്ണുന്ന യന്ത്രം എവിടെയാണ് വച്ചിരിക്കുന്നത്? എക്സൈസ് മന്ത്രിയുടെ അടുത്താണോ, മുഖ്യമന്ത്രിയുടെ കയ്യിലാണോ, അല്ലെ AKG സെന്ററിലാണോ എന്ന് മാത്രം വ്യക്തമാക്കിയാൽ മതി. ഇതൊക്കെ നേരത്തെ പറഞ്ഞാണല്ലോ. 1 കോടി രൂപയുടെ ആരോപണമൊക്കെ വന്നതല്ലേ. ഇത് 20 കോടി രൂപയുടെ അഴിമതിയാണ് അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പണപ്പിരിവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്.